ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7-ാം ആകാശത്ത് വെച്ച് കണ്ടു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് നബിയെ, ജനങ്ങളോട് പറയണേ, അൽ ജന്നത്തു ത്വയ്യിബത്തുൻ അർളുഹാ അദ്ബത്തുൻ മാഉഹാ. സ്വർഗം ഭയങ്കര രസമാണ് നബിയെ, പറഞ്ഞു കൊടുക്കി. നിങ്ങളുടെ അനുയായികൾക്ക് വരാൻ പൂതിയാവണം. ഗൾഫ് അങ്ങനെയാന്ന് പറയാൻ പോകാൻ തോന്നുന്നു. സ്വർഗം എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പോകാൻ കൊതി വരണ്ടേ? ത്വയ്യിബത്തുൻ അർളുഹാ, അതിന്റെ ഭൂമി വളരെ മനോഹരമാണ്, സുഗന്ധമാണ്, കസ്തൂരിയാണ്, വെറും മണ്ണല്ല. അദ്ബത്തുൻ മാഉഹാ, സ്വർഗത്തിലെ വെള്ളം എന്തോ ഒരു രുചിയുള്ളതാണ്, ഭൂമിയിലെ വെള്ളമല്ലാതെ. വൽ ജന്നത്തു ഖിആൻ, സ്വർഗം എന്നത് കൃഷിയിടമാണെന്ന് പറയണേ നബിയേ. വഗിറാസുഹാ, ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് ഞാൻ അങ്ങയുടെ ഉമ്മത്തികൾക്ക് തരാം, അവരോട് വിത്ത് പാകാൻ പറയണം. ആ സ്വർഗത്തിൽ വിത്ത് പാകണം. ആ വിത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പറ്റുന്നത്ര ചൊല്ലിക്കോളേ. ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു 500 ഈത്തപ്പനെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം ഇൻഷാ അല്ലാഹ്. എപ്പോഴും ചൊല്ല, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. പുണ്യനബി തങ്ങളോട് നമ്മുടെ ഹബീബിന്റെ വല്ലിപ്പയായ ശൈഖുൽ അംബിയാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ദിക്റാണത്.